മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ നമ്മുടെ ഷാനവാസൊക്കെ ജയിൽ നോമിനേഷൻ ടാസ്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദില പറഞ്ഞു, എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് തരാനുണ്ട്. നെവിൻ ഷാനവാസ് വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് കൈയും കൊട്ടിക്കൊണ്ട് ആദിലേൻ്റെ പുറകെ പറയാൻ സമ്മതിക്കുന്നില്ല. ഈ ടാസ്ക് കഴിഞ്ഞിട്ടില്ല, ടാസ്ക് കഴിയട്ടെ സംസാരിക്കാൻ അവസരം തരാമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനുമോൾ വന്നിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട്, ഇക്ക ബിഗ് ബോസ് ടാസ്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഇക്ക വന്ന് ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ആദിലിനെ കൊണ്ട് പറയാനും സമ്മതിച്ചില്ല. ഈ ടാസ്ക് തീരട്ടെ, ടാസ്ക് തീർന്നിട്ട് നീ പറഞ്ഞു, നീ എന്തുവെന്ന് വെച്ചാൽ നീ പറ എന്ന് പറയുന്നുണ്ട്. നിൻ്റെയൊക്കെ മുഖം മൂടി ഞാൻ അഴിച്ച് കളയുന്നുണ്ട്, ലാലേട്ടൻ വരട്ടെ എന്നൊക്കെ ആദിലിനോടൊക്കെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആദിലേൻ്റെ മുഖം മൂടി നമ്മുടെ അനുമോളും വലിച്ചു കീറി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നെവിനെ പറ്റി പല അഭിപ്രായവും എൻ്റെ പുറകെ നടന്ന് അവനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ, അവൻ അങ്ങനെയല്ലേ, അവൻ ഇങ്ങനെയല്ലേ, നീ പറ കള്ളത്തരം പറയല്ലേ, സത്യം പറ എന്ന് എൻ്റെ പുറകെ നടന്നുകൊണ്ട് എൻ്റെ ഒരു മൈൻഡിലേക്ക് നെവിനെക്കുറിച്ച് ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആദിലയാണ്. പലതവണ ഇവിടെ നോമിനേഷൻ സമയത്തും അതങ്ങനെയല്ലേ, അവൻ പല സമയത്തും ഡാൻസ് കളിക്കുന്നത് മോശമല്ലേ, പെണ്ണുങ്ങളുടെ കൂടെ വന്ന് കിടക്കുന്നത് മോശമല്ലേ എന്നൊക്കെ ആദിലയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് അനുമോൾ എല്ലാവരും മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു.